മക്കളെ, അപ്പൊ നമുക്ക് +1 ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. യെസ്, അപ്പൊ ആരും മിസ് ചെയ്യരുത്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോതലാമസ്, അതിൽ നിന്ന് വരുന്ന റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് വരുന്നുണ്ട്. ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ തന്നെ അഡിനോ ഹൈപ്പോഫൈസസ്, ന്യൂറോ ഹൈപ്പോഫൈസസ് രണ്ട് ഭാഗങ്ങളാണുള്ളത്. അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ആൻഡ് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, വിച്ച് പ്രൊഡ്യൂസ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ആൻഡ് നമുക്ക് അടുത്തായിട്ട് വരുന്നതാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് വരുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ മെഡുല്ല ഉണ്ട്, അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ട്. അവിടെ നിന്ന് വരുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് മറക്കാതെ പഠിച്ചു വെച്ചിരിക്കുക. ആൻഡ് ഓൾസോ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോൺ. ആ ഒരു ഇൻസുലിൻ ഹോർമോണിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അതും മക്കൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ഹോർമോൺസ് ഓഫ് ഹാർട്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഭാഗത്തുള്ള ഹോർമോൺസ്, കിഡ്നിയിൽ വരുന്ന ഹോർമോൺസ്, ഇത്രയും ഹോർമോൺസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ, അത് നമുക്ക് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സും പിന്നെ ഇന്റർസെല്ലുലാർ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒരിക്കലും മിസ് ചെയ്യരുത്.